മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മലപ്പുറം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് CPIM മലപ്പുറം ഏരിയ സമ്മേളനം. മലപ്പുറം KSRTC ടെർമിനലിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, ജില്ലയിൽ സർവീസ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുക, കേരളത്തോട് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന അവഗണനകൾക്കെതിരെ യോജിച്ച് അണിനിരക്കുക, മതരാഷ്ട്രീയ വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. കോട്ടക്കൽ കോട്ടപ്പടി ഗംഗ ഓഡിറ്റോറിയത്തിലെ പാലോളി കുഞ്ഞുമുഹമ്മദ് നഗറിൽ നടന്ന സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം K. സുന്ദരരാജൻ, KP ഫൈസൽ, KR നാൻസി, VY ഹരികൃഷ്ണപാൽ, V. സുനിൽകുമാർ എന്നിവർ പ്രമേയങ്ങളും KP അജയൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറി K. മജ്നു, ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് തുടങ്ങിയവർ മറുപടി നൽകി. 19-അംഗ ഏരിയ കമ്മിറ്റിയെയും 21-അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. KU ഇക്ബാലാണ് പുതിയ സെക്രട്ടറി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VP സക്കറിയ, KP സുമതി, V. രമേശൻ, VM ഷൌക്കത്ത്, ജില്ലാ കമ്മിറ്റി അംഗം KP അനിൽ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം N. പുഷ്പരാജൻ നന്ദി രേഖപ്പെടുത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് വൈകിട്ട് ചങ്കുവെട്ടിയിൽ നിന്ന് കോട്ടക്കൽ വരെ റെഡ് വാളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടന്നു. താഴെ കോട്ടക്കലിലെ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുൻപ് തട്ടിക്കൂട്ടിയ രാമക്ഷേത്ര ഉദ്ഘാടനമാണ്. രാമജന്മഭൂമി എന്ന മുദ്രാവാക്യത്തിന്റെ ഏറ്റവും ഉയർന്ന വിളവെടുപ്പാണ് ലക്ഷ്യം വെച്ചത്. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളെയാകെ വിലക്കെടുത്ത് ഓരോ നിയോജക മണ്ഡലത്തിലും അദൃശ്യനായ രാമനാണ് സ്ഥാനാർത്ഥി എന്ന പ്രതീതി സൃഷ്ടിച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ ഒരിക്കൽ കൂടി ചൂഷണം ചെയ്യാനാണ് കരുക്കൾ നീക്കിയത്. അതിന്റെ പിൻബലത്തിലാണ് 400 പിടിക്കും എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് ഭരിക്കും എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴോ 400-ലധികം സീറ്റുകൾ നേടും എന്ന് അവകാശപ്പെട്ടവർക്ക് 300 തികഞ്ഞില്ല. ഒറ്റയ്ക്ക് ഭരിക്കും എന്ന ആത്മവിശ്വാസം പുലർത്തിയവർ നിരാശരായി. പരസ്പരം ചേരാത്ത സഖ്യകക്ഷികളുടെ പിന്തുണയുടെ പിൻബലത്തിൽ മാത്രം ആർക്കും ഉറപ്പു പറയാനാവാത്ത ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രമുള്ള ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കാൻ മോദി നിർബന്ധിതനായി. ഒപ്പം BJPയുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ സമ്മാനിച്ച ആ മണ്ണിൽ അയോധ്യയിൽ നിന്ന് വിളിക്കപ്പെടുന്ന ഫൈസബാദിൽ താമരയടയാളത്തിൽ മത്സരിച്ച BJPയെ രാമക്ഷേത്രം പണിത മണ്ണിൽ ജനങ്ങൾ പരാജയപ്പെടുത്തി. സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യൻ BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയ അത്യത്തിന് തുടക്കം കുറിച്ചു എന്നതാണ് വസ്തുത. ഉത്തരേന്ത്യയിലെ ആ മാറ്റത്തിന്റെ കാറ്റ് ആ അർത്ഥത്തിലല്ല ദക്ഷിണേന്ത്യയിലെത്തിയത്. ചരിത്രത്തിലാദ്യമായി താമരയടയാളത്തിൽ പേര് പറയാൻ പോലും അർഹനല്ലാത്ത ഒരാൾ കേരളത്തിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതാണ് മലയാളികൾ എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രീയ ജാഗ്രത വർദ്ധിപ്പിക്കുന്ന ഒരു സമീപ ഭൂതകാല യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വർഗീയതയുടെ ശൈശവ ദശ മുതൽ എടുത്തു നോക്കിയാൽ പ്രതിസ്ഥാനത്ത് സ്ഥിരമായി തന്നെ നിൽക്കേണ്ടി വരുന്നത് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഉത്ഭവവും വളർച്ചയും പരിശോധിക്കാനാവില്ല. ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, T. ശശിധരൻ, TK ഹംസ, സംഘാടക സമിതി ചെയർമാൻ MK ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KU ഇക്ബാൽ അധ്യക്ഷനായി. T. കബീർ സ്വാഗതവും ER രാജേഷ് നന്ദിയും പറഞ്ഞു. KU ഇക്ബാൽ സെക്രട്ടറിയായ ഏരിയ കമ്മിറ്റിയിൽ K. സുന്ദർരാജ്, EN ജിതേന്ദ്രൻ, MT ഷാജഹാൻ, O. സഹദേവൻ, K. റംല, KP അജയൻ, P. നാരായണൻ, K. മുഹമ്മദ് അലി, KP ഫൈസൽ, CM നാണി, C. ഇല്യാസ്, V. സുനിൽകുമാർ, N. പുഷ്പരാജൻ, T. കബീർ, TP ഷമീം, CR നാൻസി, സിബിയാൻ മുഹമ്മദ്, ജോയ് ജോൺ തുടങ്ങിയവർ അംഗങ്ങളാണ്. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.